ഹലോ ഗായ്സ്, ഇന്ന് കുറച്ച് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ വേസ്റ്റ് ഓരോന്നായിട്ട് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇതെല്ലാം ഞാൻ ഒരു വിധത്തിൽ വേസ്റ്റൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3-4 പ്രാവശ്യമെങ്കിലും കഴുകണം. കാരണം ഇതിൽ നന്നായിട്ട് മണ്ണുണ്ട്. അങ്ങനെ ഞാൻ കഴുകിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് നോക്കാം. 2 സവാള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 1-2 പച്ചമുളക്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് അരമുറി തേങ്ങ, അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും അതേപോലെ ഇഞ്ചി, പച്ചമുളക് എല്ലാം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കക്ക ഒരു കുക്കറിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ വെള്ളവും ചേർത്ത് നമുക്ക് ഒരു 4 വിസിൽ വരുന്നവരെ നോക്കാം. ഇപ്പോൾ നമ്മുടെ കക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കക്കായം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുകൂടി നമുക്ക് നമ്മുടെ കക്കായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അടിപൊളി കക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.